പ്രേക്ഷകർ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് വാഴ 2-ന് വേണ്ടി. ഞങ്ങളും പ്രേക്ഷകരെക്കാളും ഞങ്ങളും. അതെ അതെ അതെ. ഫുള്ള് ഇതാണോ ഫോറിൻ അബ്രോഡ്? ഇല്ലല്ലോ, ഫുള്ളൊന്നുമല്ല, നാട്ടിൽ തന്നെയാണ് കൂടുതലും. ഹാഫല്ലേ, ഒരു പകുതിയോളം നാട്ടിലും പകുതിയോളം പുറത്തൊക്കെ ഉണ്ട്. വാഴയിലുള്ള ഇതേ പുളി ഉണ്ടല്ലോ, ആ പുളി ഇതിലും കാണാം ഉണ്ടാവണമല്ലോ. പുളിയാണോ പുള്ളിയാണോ? വാഴയിലുള്ളവരും ഇതിനകത്ത് ഉണ്ടാവും. അത് എന്തൊക്കെയാണ് ഇങ്ങനെ പുതിയ കുറെ ആൾക്കാരും പുതിയ വാഴകളും പുതിയ കഥാപാത്രങ്ങളൊക്കെ യൂണിവേഴ്സ് പ്രതീക്ഷിക്കാമോ? ഉള്ള യൂണിവേഴ്സൊക്കെ പോലെ യൂണിവേഴ്സായിട്ടൊന്നുമല്ല അത്. ഓരോ നമ്മൾ വാഴ 1-ൽ നിന്നും വാഴ 2-ലോട്ട് വരുന്നത് തന്നെ പുതിയ കുറേ പേർക്കുള്ള അവസരങ്ങൾ നമ്മുടെ കൂടെയുള്ള തന്നെ, നമ്മുടെ ഡയറക്ഷൻ ടീമിൽ, ക്യാമറ ടീമിൽ, ആർട്ട് ടീമിൽ, മ്യൂസിക് ടീമിലുള്ള ആൾക്കാർക്കുള്ള ഒരു ഓപ്പണിംഗ് പോലെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം ഈ സിനിമ എൻ്റെ കൂടെയുള്ളവർക്കുള്ള ആവശ്യം പോലെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഹാഷറിനാണെങ്കിലും ഇതിൻ്റെ ഡയറക്ടർ സവിൻ സായാണെങ്കിലും, സവിൻ്റെ കൂടെ ജയം മുതലുള്ള ഡയറക്ടറാണ്, അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ ക്യാമറ എന്ന ലൈലും എന്നോട് അന്താക്ഷരി മുതലുള്ളതാണ്. അപ്പം ഇവരൊക്കെ ഒരു ടീമാണ്. അപ്പം വാഴ 2-ൽ ക്യാമറ ചെയ്ത ആൾക്കാർ ഇതിൽ ലൈലുവിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരെല്ലാം സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെല്ലാം മാറി മാറി വർക്ക് ചെയ്യുന്നു എന്നുള്ള ഈ ഒരു ഗ്രൂപ്പിന് കുറേ ഗുണം വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഡയറക്ഷൻ ടീമിനും ക്യാമറ ടീമിനും മാത്രമല്ല, കുറേ ബെൽറ്റ് ഒന്നുമില്ല. അയ്യോ അല്ല, ഞാൻ പറയാം, എല്ലാവർക്കും സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരും. അല്ല, സിനിമ പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഭയങ്കര കുറവാണ്. ഇപ്പം ഒരു ഡയറക്ടറിന്, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന് പോയി കഥ പിച്ച് ചെയ്ത്, പ്രത്യേകിച്ച് ഇച്ചിരി ഇൻട്രോവർട്ടും കൂടെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പം നമ്മളെ കൂടെ ഉള്ളവരൊക്കെ പുറത്ത് പോയി കഥ പിച്ചുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അവരുടെ സിനിമയ്ക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അവരുടെ ഒരു ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറവുണ്ടാവില്ല. ഈ പറഞ്ഞ കഥ പിച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം അതിനകത്ത് കുറച്ച് സീനിയേഴ്സ്, ഇപ്പം അസീസൊക്കെ പോലെ, സുധീഷ് ഏട്ടനെ പോലുള്ളവർ കൂടെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ. ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, പഴയ വാഴയിൽ അച്ഛനും ഇത് പുതിയ വാഴയിൽ അച്ഛനാണ്. ഇപ്പോൾ സുധീഷ് ഏട്ടനെ പോലെ വേറെയും 3-4 അച്ഛന്മാരും പുതിയ പുതിയ കഥാപാത്രങ്ങൾ, പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സും. വാഴയിൽ നമ്മൾ 6 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതുപോലെ ഇതിലും ഒരു 5-6 പേര് മ്യൂസിക് ചെയ്യാനുണ്ട്. അതിൻ്റെ ഓഡീഷൻ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേരെ നമ്മൾ ഈ ഷൂട്ടിൻ്റെ അടുത്ത് തന്നെ അവരൊക്കെ വിളിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫൈനൽ പരിപാടിയിലോട്ട് എത്തും. ഈ വാഴ ബേസിക്കലി പ്രേക്ഷകർക്ക് ഒരുപാട് ഈ ജനറേഷന് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സംഗതിയായിരുന്നല്ലോ, അതിന്റെ കീ പോയിന്റ് തന്നെ. അപ്പോൾ വാഴ 2-ഉം യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ചേട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതെ അതെ, വാഴ 2 നമുക്ക് റിലേറ്റബിലിറ്റി മാത്രമാണ് ഈ പടത്തിൻ്റെ ഏക കണക്ഷൻ പോയിന്റ്. അതല്ലാതെ വേറെ ഒന്നും വെച്ച് നമ്മൾ എഴുതിയിട്ടില്ല. അതേപോലെ അല്ല, വളരെ സന്തോഷമുണ്ട്. കാരണം വാഴ ഗംഭീര സിനിമയായിരുന്നു, നമ്മളെല്ലാവരും വളരെ ആസ്വദിച്ച ഫിലിമാണ്. അപ്പോൾ 2ാം ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. വളരെ സന്തോഷം. താങ്ക് യു.